ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരു പെൻസിൽ ഫാക്ടറി ഉടമയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പെൻസിൽ മാർക്കറ്റിലേക്ക് അയക്കുന്നതിന് മുൻപ് അദ്ദേഹം അതിൽ നിന്നും ഒരു പെൻസിൽ എടുക്കും. എന്നിട്ട് അതിനോട് സംസാരിക്കും. നീ എൻ്റെ കുഞ്ഞാണ്. ഇന്നു മുതൽ നീ മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോകുന്നു. അതുകൊണ്ട് 2 കാര്യങ്ങൾ നിനക്ക് ഞാൻ ഉപദേശിച്ചു തരാം. ഇത് മറക്കരുത്. 1, ആരുടെയെങ്കിലും കൈകളിൽ ഇരിക്കുമ്പോൾ മാത്രമേ നിനക്ക് വിലയുള്ളൂ. വെറുതെ മേശയ്ക്കകത്തിരുന്നാൽ നിന്റെ ജന്മം പാഴാകും. 2, നിന്നെ വാങ്ങുന്നവൻ ഇടയ്ക്കിടയ്ക്ക് മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെത്തും. നിനക്ക് വേദനിക്കും. പക്ഷേ നീ എതിർക്കരുത്, കരയരുത്, സഹിക്കണം. നിന്നെ നന്നായി ഉപയോഗിക്കുവാനാണ് അങ്ങനെ ചെയ്യുന്നത്, നിന്നെ ഉപദ്രവിക്കുവാനല്ല. പെൻസിലിനോടുള്ള ഈ ഉപദേശം നമുക്കും ബാധകമാണ്. വെറുതെ ജനിച്ച് ഉണ്ട് ഉറങ്ങി മരിച്ച് അങ്ങനെയായാൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളത്? അതുകൊണ്ട് നമ്മുടെ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ കയ്യിലെ ഉപകരണമായി തീരുവാൻ നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുക. അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവം നമ്മെ അല്പസമയത്തേക്ക് അഗ്നി പരീക്ഷയിൽ കൂടി കടത്തിയെന്ന് വരാം. മനസ്സ് തളർന്നു പോകരുത്. ഒരനുഗ്രഹം നമുക്കായി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മെ കൂടുതലായി ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. യാക്കോബിൻ്റെ പുത്രനായ യോസേഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നു, എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, വിഷമിക്കണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപായി അയച്ചതാകുന്നു. നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പരിശോധനകൾ വർദ്ധിക്കുമ്പോൾ കൂടുതൽ ശക്തിയും അവിടുന്ന് പകർന്നു നൽകുന്നു. കഷ്ടതകളോട് കൂടെ അവിടുത്തെ കരുണയും കരുതലും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ മാർഗം ഏറ്റവും ഉത്തമമാണ്. അത് നമുക്ക് വെളിപ്പെടാൻ സമയമെടുക്കും. സ്വർണം ശുദ്ധി ചെയ്യുന്നത് പോലെ നമ്മിലെ കലർപ്പിനെ ദൈവം നീക്കം ചെയ്യുന്നു. അനർത്ഥങ്ങളെ അനുഗ്രഹത്തിൻ്റെ ഉറവകളാക്കി തീർക്കുന്ന ദൈവം നമ്മുടെ മധ്യേയുണ്ട്. ദൈവം ഒരിക്കലും നേരത്തെയാവുകയില്ല, വൈകിപ്പോവുകയുമില്ല. യഥാസമയം അവിടുന്ന് പ്രവർത്തിക്കും. സങ്കീർത്തനം 68:9. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.